ദർശു ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കയറിയില്ലെങ്കിൽ ഉറക്കം വരാത്തവരാണ് നമ്മളിൽ പലരും. നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലെ ചില പ്രൊഫൈലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സെൽഫി പോലുമില്ല, പോസ്റ്റുകൾ 0, സ്റ്റാറ്റസ് പോലും വല്ലപ്പോഴുമേ കാണൂ. രാത്രി ഫുൾ ഓൺലൈൻ കാണും, പക്ഷെ ഒരു മെസ്സേജ് അയച്ചാൽ മറുപടി കിട്ടാൻ 3 ദിവസം എടുക്കും. നമ്മൾ വിചാരിക്കും ഇവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ലെന്ന്. എന്നാൽ സത്യം അതല്ല. ഇവർ മാസ്റ്റർ പ്ലാനേഴ്സ് ആണ്. ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ വിഭാഗം വരുന്നത്, ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനാണ്. ലോകത്ത് എന്ത് നടക്കുന്നു, സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഇവർ നിശബ്ദമായി നിരീക്ഷിക്കും. എന്നാൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഒരു സിനിമ കാണുന്ന പ്രേക്ഷകന്റെ റോളാണ് ഇവർക്കിഷ്ടം. തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ അപരിചിതർ കാണുന്നത് ഇവർക്ക് താല്പര്യമുണ്ടാകില്ല. എൻ്റെ സന്തോഷം എന്തിനാണ് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കുന്നത് എന്ന ചിന്താഗതിക്കാരാണിവർ. ലോകത്തിനു മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകുന്നതിനേക്കാൾ ചുരുക്കം ചില ആളുകളുമായി മാത്രം ആഴത്തിലുള്ള ബന്ധം പുലർത്താൻ ഇവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ചില ആളുകൾ ഫോട്ടോ ഇടാത്തത് അവർക്ക് ഒരു ഫോട്ടോയിലും സംതൃപ്തി തോന്നാത്തതുകൊണ്ടായിരിക്കാം. ഏറ്റവും മികച്ച രീതിയിലല്ലാതെ ഒന്നും പുറം ലോകത്തെ കാണിക്കരുത് എന്ന വാശി ഇവരിലുണ്ടാകാം. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ജഡ്ജ്മെന്റ് ഭയക്കുന്നവരും ഇതിൽ ഉൾപ്പെടാം. മറ്റൊരു വിഭാഗം സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും പിന്നാലെ പോകാൻ ഇവർക്ക് സമയമോ താല്പര്യമോ കാണില്ല. ഒരു ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ വരുന്ന കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതുമൊക്കെ ഇവർക്ക് വലിയ പണിയായി തോന്നും. വെർച്വൽ ലോകത്തേക്കാൾ യഥാർത്ഥ ലോകത്തെ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന ആളുകളാണിവർ. തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു രൂപവും കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഒരു തരം മിസ്റ്ററി നിലനിർത്തുന്നത് ഇവർക്ക് ഒരു പവറായി തോന്നും. ആളുകൾ തന്നെക്കുറിച്ച് തിരയട്ടെ, പക്ഷേ ഒന്നും കണ്ടെത്തണ്ട എന്ന ലൈൻ. നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ഫോട്ടോ പോലും ഇടാത്ത ആ നിഗൂഢ സുഹൃത്ത് ആരാണ്? ഒന്ന് താഴെ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.